ഹലോ അസ്സലാമു അലൈക്കും വെൽക്കം ബാക്ക്. അപ്പോൾ ഇന്നത്തേത് നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു ഈവനിങ് സ്നാക്സിൻ്റെ റെസിപ്പിയാണ്. ഇതിപ്പോൾ നിങ്ങൾക്ക് ഈവനിങ് സ്നാക്സ് ആയിട്ട് മാത്രമല്ല ഡിന്നറിന് വേണമെങ്കിൽ ഉണ്ടാക്കുക. കുറച്ച് ഹെവി ആയിട്ടുള്ളൊരു സ്നാക്സായത്. അപ്പോൾ ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. അതിന് മുന്നേ എൻ്റെ ചാനൽ നിങ്ങൾ ആദ്യമായി കാണുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് എൻ്റെ ചാനൽ ഇഷ്ടമാകുന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടും കൂടി ചെയ്യണേ. കൂടെ തന്നെ ആ ലൈക്ക് ബട്ടനും കൂടി ഒന്ന് ഇപ്പോൾ തന്നെ ക്ലിക്ക് ചെയ്യണേ. ആദ്യം തന്നെ നമുക്ക് ഇതിലേക്കൊരു മാവ് കുഴച്ചിട്ടെടുക്കണം. അതിനായിട്ട് ഞാനിപ്പോൾ ഒരു 3 കപ്പ് മൈദ എടുത്തിന്. ഇനി അതിലേക്കൊരു 1/4 ടീസ്പൂണ് ഈസ്റ്റ് ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ 1 ടീസ്പൂണ് പഞ്ചസാരയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ടില്ല ഒരു ഇളം ചൂടുള്ള പാലിലാണ് ഇത് കുഴച്ചിട്ടെടുക്കുന്നത്. അപ്പോൾ ഇത് കുഴച്ചെടുക്കാൻ എത്ര പാല് വേണ്ടി വരുമെന്ന് നോക്കിയിട്ട് നിങ്ങൾ ചപ്പാത്തിക്കെല്ലാം കുഴച്ചെടുക്കുന്നില്ലേ, അതുപോലെ കുഴച്ചെടുക്കലാന്ന്. ഇനിയിപ്പോൾ ഇത്ര വരെ കുഴച്ചെടുത്താലില്ലേ, പിന്നെ ഇതൊന്ന് കൗണ്ടർ ടോപ്പിൽ വെച്ചിട്ട് നമുക്ക് നല്ലോണം ഒന്ന് കുഴച്ചിട്ടെടുക്കാം. അപ്പോൾ ഇങ്ങനെ ചെയ്യുമ്പോൾ മാവ് നല്ല സോഫ്റ്റായിട്ട് കിട്ടും. ഇനിയിപ്പോൾ നമുക്കിതൊന്ന് പൊങ്ങാൻ വേണ്ടിയിട്ട് വെക്കാം. അപ്പോൾ ഇതിൻ്റെ മുകളിലേക്ക് ഞാൻ കുറച്ച് ഓയിൽ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നമുക്കിതൊരു 3 മണിക്കൂർ ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വെക്കാം. അപ്പോൾ നല്ല ചൂടൊക്കെ അല്ലേ, ഇപ്പോൾ 3 മണിക്കൂറൊന്നും വേണ്ട, ഒരു 2 മണിക്കൂറെല്ലാം ആകുമ്പം തന്നെ നല്ല എലിക്ക് പൊങ്ങിയിട്ട് കിട്ടും. അപ്പോൾ നമുക്കിതൊരു സൈഡിലേക്ക് മാറ്റി വെക്കാം. ഇനിയിപ്പോൾ ഞാനിവിടെ ഒരു 200 ഗ്രാം ചിക്കൻ എടുത്തിന്, അത് ചെറിയ പീസായിട്ട് കട്ട് ചെയ്തെടുത്തിന്. ഇനിയിപ്പോൾ ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ്, മഞ്ഞൾപ്പൊടി, കുരുമുളക് പൊടിയും കൂടി ഇട്ടിട്ട് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കലാന്ന്. അപ്പോൾ ഞാനൊരു പാൻ അടുപ്പത്ത് വെച്ചിന്, അതിലേക്ക് കുറച്ച് ഓയിൽ ഒഴിച്ചു കൊടുത്തിന്. എന്നിട്ട് നമ്മൾ ചിക്കൻ ഇട്ട് കൊടുത്തിന്. അപ്പോൾ ഓയിൽ ഒഴിക്കുമ്പോൾ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക കേട്ടോ. വേറെ ഏതെങ്കിലും റിഫൈൻഡ് ഓയിൽ ഒഴിച്ചു കൊടുത്താൽ മതി. ഇനിയിപ്പോൾ ചിക്കനെല്ലാം നല്ലോണം ഒന്ന് ഫ്രൈ ആയി വന്നിന്. ഇനിയിപ്പോൾ ഇതിലേക്ക് കുറച്ച് വെജീസ് ചേർക്കലാണ്. ഞാനിപ്പോൾ ഇവിടെ ക്യാബേജ്, ക്യാപ്സിക്കോ, പിന്നെ തക്കാളി, ഉള്ളി ആണ് ചേർക്കുന്നത്. ഇനിയിപ്പോൾ നിങ്ങൾക്ക് ക്യാരറ്റെല്ലാം ചേർക്കണമെങ്കിൽ അതും ചേർക്കാം. ഇനിയിപ്പോൾ ഈ നമ്മുടെ വെജീസ് അല്ലേ അങ്ങനെ വല്ലാണ്ട് വാടി വരുമൊന്നും ചെയ്യേണ്ട, ജസ്റ്റ് ഒന്ന് ചിക്കനിലൊന്ന് കുഴച്ചെടുത്താൽ മതി. ഇനിയിപ്പോൾ നമ്മുടെ മാവെല്ലാം നന്നായി പൊങ്ങി വന്നിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് ചെറിയ ചെറിയ ബോൾസ് ആക്കിയിട്ട് എടുക്കാം. അപ്പോൾ ചപ്പാത്തിൻ്റെ മാവിനെക്കാട്ടിയും കുറച്ച് ചെറിയ ഉരുളകളായിട്ടാണ് കേട്ടോ ഇത് ഉണ്ടാക്കേണ്ടത്. നമ്മൾ കുബൂസിനെല്ലാം പരത്തുന്നില്ല, അത്ര തടിയിൽ വേണം ഇത് പരത്തിയിട്ടെടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഞാൻ മൊത്തം ഉരുളയാക്കി എടുത്തിന്. ഇനിയിപ്പോൾ ഇത്ര ഇങ്ങനെ പരത്തിയിട്ട് ഇതിൻ്റെ മുകളിലേക്ക് നമ്മൾ ആക്കി വെച്ചിട്ടുള്ള വെജീസും പിന്നെ കുറച്ച് ചീസ്, മൊസറല്ല ചീസില്ലേ, അതുകൂടി ഒന്ന് ഇട്ട് കൊടുത്തിന്. എന്നിട്ട് ഇതുപോലെ പ്രസ് ചെയ്തിട്ടൊന്ന് ഒട്ടിച്ചു കൊടുക്കലാന്ന്. അപ്പോൾ നല്ല എലിക്ക് തന്നെ ഒന്ന് ഒട്ടിച്ചു കൊടുക്കാം. ഇനിയിപ്പോൾ ബാക്കി മൊത്തം ഞാൻ ഇതുപോലെ ഒന്ന് ആക്കിയിട്ടെടുക്കട്ടെ. അപ്പോൾ മൊത്തത്തിൽ ഞാൻ ഇതുപോലെ ആക്കി എടുത്തിട്ടുണ്ട്. എനിക്കിപ്പോൾ 3 കപ്പ് മൈദയിൽ ഒരു 12 സ്നാക്സ് കിട്ടിയിട്ടുണ്ട്. ഇനിയിപ്പോൾ ഞാനിവിടെ ഒരു പാൻ അടുപ്പത്ത് വെച്ചിന്. അപ്പോൾ നന്നായിട്ട് അത് ചൂടാക്കിയിട്ടെടുത്തിന്. എന്നിട്ട് നമുക്ക് ഇതുപോലെ നമ്മുടെ സ്നാക്സ് വെച്ച് കൊടുക്കാം. അപ്പോൾ ഇത് വെച്ച് കൊടുക്കുമ്പോൾ ഇല്ല, ഇങ്ങനെ അപ്പുറം ഇപ്പുറം ഒട്ടിപ്പിടിക്കാണ്ട് വെച്ച് കൊടുക്കണം. എന്നിട്ട് ഇതിൻ്റെ മുകളിലേക്ക് നമുക്ക് കുറച്ച് മുട്ട ബ്രഷ് ചെയ്ത് കൊടുക്കാം. എന്നിട്ടില്ലേ ഇത് അടച്ച് വെച്ചിട്ട് ഒരു 2 മിനിറ്റ് നമുക്കൊന്ന് വേവിച്ചിട്ടെടുക്കാം. അപ്പോൾ 2 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷമില്ല, പിന്നെ ഇതൊന്ന് മറിച്ചിട്ട് കൊടുക്കുക. എന്നിട്ട് മറിച്ചിട്ട് കൊടുത്ത ഭാഗം ഒന്ന് മുട്ട കൊണ്ട് ബ്രഷ് ചെയ്തിട്ട് ഒരു 5 മിനിറ്റ് ഒന്ന് അടച്ച് വെച്ചിട്ടൊന്ന് വേവിച്ചിട്ടെടുക്കുക. അപ്പോൾ 5 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം ഒരു ഭാഗം കുക്കായിട്ടുണ്ടാവും. വീണ്ടും മറ്റേ ഭാഗം കൂടി ഒന്ന് മറിച്ചിട്ടിട്ട് ഒരു 5 മിനിറ്റ് ഒന്നും വേണ്ട, ഒരു 4 മിനിറ്റെല്ലാം ആകുമ്പോൾ തന്നെ ഇത് കുക്കായി കിട്ടും. അപ്പോൾ ഇതിൻ്റെ ഈ ഭാഗം കൂടി വേവാൻ വേണ്ടിയിട്ട് ഒരു 4 മിനിറ്റ് അല്ലെങ്കിൽ ഒരു 5 മിനിറ്റെല്ലാം ഒന്ന് മൂടി വെക്കാം. അപ്പോൾ 2 പുറം നല്ല കുക്കായി വന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇതിൻ്റെ സൈഡ് ഭാഗമെല്ലാം നമുക്ക് ഇങ്ങനെ തിരിച്ചു മറിച്ചിലിട്ടിട്ട് ജസ്റ്റ് ഒന്ന് ചൂടാക്കിയിട്ടെടുക്കാം.
അപ്പോൾ അതിൻ്റെ സൈഡ് ഭാഗമെല്ലാം വെന്തിട്ടെല്ലാം ഉണ്ടാവും. പിന്നെ ഒന്ന് നമുക്ക് മൊരിഞ്ഞിട്ട് കിട്ടാൻ വേണ്ടിയിട്ട് ചെയ്യുന്നതാണ്. ഇനിയിപ്പോൾ നമുക്ക് ഇത് പാനിൽ നിന്ന് മാറ്റാം. ഇനിയിപ്പോൾ ഇതാ ബാക്കിയുള്ളത് കൂടി ഞാൻ ഇതുപോലെ ഒന്ന് ചുട്ടിട്ടെടുക്കലാന്ന്. അപ്പോൾ ഇത് ചുടുമ്പോൾ ഇല്ലേ, ഫസ്റ്റ് നമ്മളിങ്ങനെ ഇട്ടിട്ടാകുമ്പോൾ ഒരു 2 മിനിറ്റ് കഴിയുമ്പോൾ തന്നെ ഒന്ന് മറിച്ചിട്ടിടണം. പിന്നെ ഇതാ ഇതുപോലെ വെച്ചിട്ടാകുമ്പം മുകളിൽ മുട്ട ബ്രഷ് ചെയ്ത് കൊടുക്കുകയും ചെയ്യണം. പിന്നെ 2 മിനിറ്റ് കഴിഞ്ഞിട്ട് മറിച്ചിട്ടിട്ടാകുമ്പം ആ ഭാഗം മുട്ട ബ്രഷ് ചെയ്ത് കൊടുത്തിട്ട് പിന്നെ ഒരു 5 മിനിറ്റ് അപ്പുറം ഇപ്പുറം ഒന്ന് വേവിച്ചിട്ടെടുത്താൽ മതി. അപ്പോൾ ഈ ടൈമിലില്ലേ ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം കേട്ടോ ഇത് കുക്ക് ചെയ്തിട്ട് എടുക്കാൻ വേണ്ടിയിട്ട്. ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് കുക്ക് ചെയ്തെടുക്കാറ് പെട്ടെന്ന് കത്തിപ്പോവുകയും ചെയ്യും, കുക്കാവുകയും ചെയ്യൂല. അപ്പോൾ ഇതാ ഇത്രയേ ഉള്ളൂ, നമ്മളെ ടേസ്റ്റി ആയിട്ടുള്ള സ്നാക്സ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല ടേസ്റ്റാണ് കഴിക്കാൻ. അപ്പോൾ ഇതിൻ്റെ ഉള്ളിലെ ഫില്ലിംഗ് എല്ലാം നിങ്ങളെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് മാറ്റാം കേട്ടോ. പിന്നെ ഇതിൽ ചീസ് ഇട്ട് കൊടുത്താൽ നല്ല ടേസ്റ്റാണ് ഇത് കഴിക്കുമ്പോൾ. പിന്നെ ഇത് ഓയിലിലൊന്നും ഫ്രൈ ചെയ്തിട്ട് എടുക്കുന്നുമില്ല. നമുക്ക് പെട്ടെന്ന് തന്നെ ഇത് തയ്യാറാക്കിയിട്ട് എടുക്കാൻ വേണ്ടിയിട്ട് പറ്റും. അപ്പോൾ എല്ലാവരും ഈ രീതിക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്ത് നോക്കിയാൽ മാത്രം പോരാ, നിങ്ങളുടെ ഫീഡ്ബാക്ക് കമൻറ്റായിട്ട് അറിയിക്കുകയും കൂടി ചെയ്യുക. അപ്പോൾ ഞാനൊന്ന് മുറിച്ചിട്ട് കാണിച്ചു തരാം. അപ്പോൾ നല്ല എലിക്ക് പൊങ്ങി വന്നിട്ടുണ്ട്. ഇതാ മുറിക്കുമ്പോൾ തന്നെ അറിയാം നല്ല സോഫ്റ്റാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്ത് കാണാത്തവരാണെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടും കൂടി ചെയ്യുക. വീണ്ടും നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ ബായ്.